ഇപ്പോൾ അധികം കാണാനില്ലാത്തൊരു എറുമ്പിൻ്റെ തരമുണ്ട്. അതിനെ പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് വിശറെന്നാണ്, ചിലരത് വിതറെന്നൊക്കെ പറയുമെന്ന് തോന്നുന്നു. ചിലയിടങ്ങളിൽ പുളിയുറുമ്പ് എന്ന് പറയുമത്രേ. അതിൻ്റെ മൂട്ടിലൊരു പ്രത്യേക സൈസ് അസിഡിക് പ്രസൻസ് ഇങ്ങനെ ഒരു ബോൾ പോലെയൊക്കെ ഉണ്ടാവും. പണ്ട് വീട്ടിലൊക്കെ മാവൊക്കെയുള്ള സമയത്ത് ഇഷ്ടംപോലെ ഇതുണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മൾ ആരും കാണാതെ ചിലതൊക്കെ ഒന്ന് പിച്ചി തിന്നാൻ ഇതിനകത്ത് കയറിയിട്ട് അനുഭവിക്കുന്നൊരനുഭവമുണ്ട്. താഴെ ഇറങ്ങി നിന്ന് എവിടെല്ലാം കടിച്ചാലാണോ പൊളഞ്ഞു പോകുന്നത് അവിടെല്ലാം കടിച്ചു പറിക്കുന്നൊരവസ്ഥ. ഞാനിപ്പോൾ ആ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചത് പുളിയുറുമ്പ് കയറിയ ഒരവസ്ഥയിൽ നിൽക്കുകയാണ് സാക്ഷാൽ നമ്മുടെ ട്രംപ് മച്ചമ്പി. പുളിയുറുമ്പ് എനിക്കിഷ്ടപ്പെട്ട്, വിഷറിനേക്കാളും വിതറിനേക്കാളും ഒക്കെ നല്ല പേര്. എന്ന് പറഞ്ഞാൽ പുള്ളി എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ടെന്ന് പുള്ളിക്ക് അറിഞ്ഞുകൂടാ. ഒരുതരം മർമ്മസ്ഥാനത്തൊക്കെ പുളിയുറുമ്പ് കയറിയ ഒരു സ്ഥിതിയിലാണ് പുള്ളി ഇപ്പം നിൽക്കുന്നത്. കാരണം ഒരു റിപ്പോർട്ട് കണ്ടപ്പോൾ എനിക്കത് തോന്നി. എന്ന് വെച്ചാൽ ഈ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയിൽ നിന്നും ഗവൺമെൻറ്റിൽ നിന്നും രേഖകൾ ചോർത്തുന്ന ലീക്കേഴ്സ് അഥവാ ഇത് പുറത്തുവിടുന്നവരെ എല്ലാം ഞാൻ കൈകാര്യം ചെയ്യുമെന്നാണ് പറയുന്നത്. ട്രംപ് വോസ് ടു ഫൈൻഡ് ലീക്കേഴ്സ് ആഫ്റ്റർ റിപ്പോർട്ട്സ് ഓഫ് ഡിപ്ലീറ്റഡ് ഇറാൻ വാർ മ്യൂണീഷൻസ്. അതായത് ഇറാനുമായുള്ള യുദ്ധത്തിൽ തൻ്റെ ആയുധപ്പര കാലിയായെന്നും ഇനിയൊന്നുമില്ലെന്നും ഓട്ടക്കമ്പോളം മാത്രമേ ഉള്ളൂ എന്നുമൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നത് സത്യസന്ധമാണെന്നിരിക്കെ ആ സത്യസന്ധമായ വാർത്തകൾ ആരാണോ പുറത്തുവിടുന്നത് അവരെ എല്ലാവരെയും കൈകാര്യം ചെയ്യും എന്നാണ് പുള്ളിയുടെ ഇപ്പോഴത്തെ നിലപാട്. ഇപ്പോൾ പുള്ളി ആരെയൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഇറാനെ കൈകാര്യം ചെയ്യണം, ഹൂത്തികളെ കൈകാര്യം ചെയ്യണം, ഇറാഖ് മിലിഷ്യയെ കൈകാര്യം ചെയ്യണം, അരിഞ്ഞു വീഴ്ത്തണം എന്ന് പറയുന്ന ഇസ്രായേലിനെ പുള്ളി എതിർക്കണം, ഹോർമിസ് കടലെടുക്ക് പുള്ളി നോക്കണം. പിന്നെ ഇതെല്ലാം കൂടാതെ അവിടുത്തെ പ്രതിപക്ഷത്തെ നേരിടണം, പിന്നെ മധ്യസ്ഥതയ്ക്ക് വേണ്ടി ഇതിനകത്ത് പങ്കെടുപ്പിച്ച പാകിസ്ഥാനെ നേരിടണം. ഇതെല്ലാം കൂടാതാണ് തൻ്റെ ആയുധപ്പുര ശൂന്യമായെന്നും അതിലൊരു ചുക്കും ചുണ്ണാമ്പുമില്ലെന്നും പുറത്തറിഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വരുന്നവരെ എല്ലാം കൈകാര്യം ചെയ്യും എന്ന് പറയുന്നത്. കാരണം പാട്രിയറ്റ് ആൻഡ് ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് താഡ് ഇൻ്റർസെപ്റ്റേഴ്സ് അത് തകർന്നു പോയതാണ് ഇപ്പോൾ അമേരിക്ക ഈ യുദ്ധത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ വിഷയം. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ഒഫൻസീവ് ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റംസും പ്രിസിഷൻ സ്ട്രൈക്ക് മിസൈൽസും എല്ലാം തന്നെ ഷോർട്ടേജ് നേരിടുകയാണ്. ഈ താട് തകർത്തു എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. കാരണം താട് തകർന്നാൽ ഈ ബാക്കി സംവിധാനങ്ങളൊന്നും ഒരു കൈപ്പിടിയിൽ നിൽക്കാത്ത സ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്നൊരവസ്ഥയുണ്ട്. ആ വാർത്തകൾ പുറത്തുവിട്ടവരെയാണ് ട്രംപ് ഇപ്പോൾ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാലും ഒരു ലോക നേതാവിനെ പുളിയുറുമ്പ് വരിഞ്ഞു അല്ലെങ്കിൽ പുളിയുറുമ്പ് ആകെ ചുറ്റിപ്പിടിച്ചു എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എത്തി എന്ന് പറയുന്നത് എത്ര രസകരമായൊരു കാഴ്ചയാണ്. സാധാരണ ഒരു യുദ്ധം നേരിടുമ്പോൾ, ഒരു അന്താരാഷ്ട്ര വിഷയം പരിഹരിക്കുമ്പോൾ, അതിനെ സമീപിക്കുമ്പോൾ വളരെ സ്റ്റെബിലിറ്റിയോടെ, വളരെ കരുത്തോടെ, വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കാര്യങ്ങളും പറയേണ്ട കാര്യങ്ങളും മാത്രം നോക്കിയാണ് ചെയ്യേണ്ടതെങ്കിൽ അളിയനിപ്പോൾ പുളിയുറുമ്പുമായിട്ടുള്ള പോരാട്ടത്തിലാണ്. കഷ്ടം, പരമകഷ്ടം. അദ്ദേഹത്തിന് ശാന്തി നൽകട്ടെ, മനസ്സിന് സമാധാനം നൽകട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. മറുവശത്ത് ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന, ഇത്രയും നാൾ ഉപരോധം നേരിട്ട, എല്ലാ പ്രതിസന്ധികളെയും നേരിടുന്ന ഇറാൻ്റെ നേതാക്കളാകട്ടെ വളരെ കൺസോൾഡേറ്റഡ് ആണ്, വളരെ വളരെ ശാന്തരാണ്, വളരെ പ്രിസൈസായി സംസാരിക്കുന്നവരാണ് എന്നൊക്കെ ഉള്ളതാണ് അതിൻ്റെ മറുവശത്തെ വിഷയം.